വിമാന ദുരന്തത്തിൻ്റെ കാര്യകാരണങ്ങളൊക്കെ നമ്മൾ ഈ സമയത്തിരുന്ന് ചർച്ച ചെയ്യുമ്പോഴും ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർ അത് ഒരിക്കലും പകരം വെക്കാനാകാത്ത വലിയ നഷ്ടമായി മാറിയിട്ടുള്ള കുടുംബങ്ങൾ ധാരാളമുണ്ട്. അങ്ങനെ ഒരു കുടുംബമാണ് പുല്ലാട്ടുള്ളത്. നമ്മളോടൊപ്പം ഉണ്ടാകേണ്ടിയിരുന്ന സഹോദരി രഞ്ജിത നായരുടെ വിയോഗം ആ നാടിനെയാകെ വേദനിപ്പിച്ച ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. രഞ്ജിതയെ അപമാനിക്കാൻ ശ്രമിച്ച ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടായി എന്ന വാർത്തയും ഈ മണിക്കൂറിൽ നമ്മുടെ മുന്നിലുണ്ട്. ആ സന്ദർഭത്തിലാണ് ശ്രീ പി ജി അനിൽകുമാറിനെ പോലെ ഒരു അതിഥിയുടെ പ്രസക്തി. അദ്ദേഹം പുല്ലാട് ഗ്രാമത്തിലെ മുൻ പഞ്ചായത്ത് അംഗമാണ്. ഈ രഞ്ജിതയുടെ അയൽവാസി കൂടിയാണ് ശ്രീ അനിൽകുമാർ. ശ്രീ അനിൽകുമാർ, രഞ്ജിതയെ ആ കുടുംബത്തെയും താങ്കൾക്ക് ഏറെ നാളുകളായി പരിചയമുണ്ടാകുമല്ലോ. രഞ്ജിതയുടെ വിയോഗം എന്ന് പറയുന്നത് ആ കുടുംബത്തെ അക്ഷരാർത്ഥത്തിൽ അനാഥമാക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എത്ര കാലമായി രഞ്ജിതയെ അറിയാം? എന്താണ് താങ്കൾക്ക് രഞ്ജിതയെക്കുറിച്ച് പറയാനുള്ളത്? രഞ്ജിത എൻ്റെ തൊട്ടടുത്ത അയൽവാസിയാണ്. കുഞ്ഞുനാൾ മുതലേ എനിക്ക് ആ വീടുമായിട്ടും അവരുടെ രഞ്ജിതയുടെ സഹോദരന്മാരുമായിട്ടും എല്ലാം എനിക്ക് വളരെയധികം അടുപ്പവും പരിചയമുണ്ട്. ഞാനൊരു 5 വർഷക്കാലം അവിടുത്തെ ഒരു ജനപ്രതിനിധിയുടെ ആയിരുന്നു ആ വാർഡിൻ്റെ. അപ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളിലുമൊക്കെ എനിക്ക് വളരെ അടുത്തറിയാവുന്ന കാര്യങ്ങളാണ്. രഞ്ജിതയുടെ ഈ വേർപാടെന്ന് പറയുന്നത് ഈ വീട്ടുകാരെ മാത്രമല്ല, ഈ നാടിനെ തന്നെ ഒരു വലിയ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം 2 കൊച്ചു കുഞ്ഞുങ്ങളുടെ ഇന്നാണ് സത്യത്തിൽ രഞ്ജിതയുടെ അമ്മയോടും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനോടും ഈ വേർപാട് രഞ്ജിത നമ്മെ വിട്ടുപോയി എന്നൊരു സൂചന കൊടുത്തത് ഇന്നാണ്. അന്ന് അലമുറയിട്ട് കരയുന്ന ആ രംഗങ്ങളിലൊക്കെ ഞങ്ങൾക്ക് അവിടെ സാക്ഷികളായിട്ട് പുതിയ നാട്ടിലെ സാധാരണപ്പെട്ട എല്ലാ വിഭാഗങ്ങളും, എല്ലാ മതസ്ഥരും ആരെന്നൊന്നുമില്ല, എവിടുന്നൊക്കെയാണ് ജനം വരുന്നതെന്ന് പറഞ്ഞറിയിക്കാൻ പോലും വയ്യാത്ത ഒരു കാര്യമാണ്. അധ്യാപകർ, കുട്ടികൾ, സ്കൂൾ കുട്ടികൾ, രഞ്ജിതയുടെ കൂട്ടുകാർ, വീട്ടുകാർ, ജോലി ചെയ്ത സ്ഥാപനത്തിൽ എല്ലാം പൊതുപ്രവർത്തകർ, ജനപ്രതിനിധികൾ, MP-മാർ, MLA-മാർ എല്ലാവരും വരുന്നുണ്ട്. പക്ഷെങ്കിൽ ആ വേർപാട് ഇന്നാണ് ആ മകനോടും അമ്മയോടും പറഞ്ഞിട്ട്. പക്ഷേ അപ്പോഴും നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പാറു എന്ന മോളോട് അമ്മയുടെ വരവും പ്രതീക്ഷിച്ചാണ് പാറു ഇരിക്കുന്നത്. പാറുവിനോട് ഞങ്ങൾക്ക് നാട്ടുകാർക്കോ വീട്ടുകാർക്കോ ഈ ഒരു കാര്യം സൂചിപ്പിക്കാൻ പോലും പറ്റാത്ത ഒരു ദയനീയമായ അവസ്ഥയിലാണ് ഞങ്ങളിന്ന് ഈ നാട്ടുകാരിവിടെ ഇരിക്കുന്നത്. ശരി അനിൽകുമാർ, ഞാൻ